പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ താറടിച്ച് കാണിച്ച് അവരെ നശിപ്പിച്ച് അതിലൂടെ തൻ്റെ കാര്യം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കാലം മുഴുവനും വി കുഞ്ഞകൃഷ്ണൻ നടത്തിയത്. അതിന് വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി. കുറേ കാലം അയാൾ വരാതിരുന്നു. പിന്നീട് വീണ്ടും വന്നു. വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നു. ഏറ്റവും അവസാനം അദ്ദേഹത്തിന് മത്സരിക്കുകയും MLA ആവുകയും ചെയ്യുകയല്ലാതെ വേറെ ഇനി എൻ്റെ ജീവിതത്തിൽ വേറെ ലക്ഷ്യമില്ല എന്നുള്ള നിലയിൽ രംഗത്തിറങ്ങി പലയാളെ സഹായിക്കാനുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങളതിൽ കണ്ടിട്ടുള്ളൊരു കാര്യം, തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ട വോട്ട് കിട്ടാതെയാണല്ലോ തോറ്റത്. ഞങ്ങളത് അംഗീകരിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥിതി പയ്യന്നൂരിലുണ്ടായതിന് കാരണം നിരന്തരമായ വ്യക്തിഹത്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രചരണമാണ്. രക്തസാക്ഷി ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് അപഹരിച്ചു, അതുപോലെ വ്യാജ റെസീറ്റ് അടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങളാണ് ഈ കാലയളവിൽ കുഞ്ഞകൃഷ്ണനും സംഘവും നടത്തിക്കൊണ്ടിരുന്നത്. അതിന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നൊരു പ്രത്യേക സെറ്റുണ്ട്. അവരെല്ലാം കൂടി നടത്തി വന്നിട്ടുള്ളൊരു പ്രചരണമാണ്. പിന്നെ നിരന്തരമായിട്ട് ഒരേ കണക്ക് ആവർത്തിച്ച് ഓരോ ദിവസവും മാധ്യമങ്ങളെ വിളിച്ചിട്ട് പറയുക. മാധ്യമങ്ങൾക്ക് ഒരു മാനസപുത്രനെ പോലെ കൊണ്ടാടാൻ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് കുഞ്ഞകൃഷ്ണൻ ഇതെല്ലാം തുടങ്ങിയത്. 2022 ഏപ്രിൽ 30 CPM ഓഫീസിൽ കുഞ്ഞകൃഷ്ണൻ ഒരു മഗ്ഗിലൊരു വെള്ളമെടുത്തിട്ട് ആ ഓഫീസിൻ്റെ നിർമ്മാണ സമയത്ത് അതിനൊഴിച്ചിട്ടുള്ളൊരു ബന്ധമായില്ല. അയാൾ പിന്നീട് ഏരിയ സെക്രട്ടറി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ടാണ് ഏഷ്യാനെറ്റിനെ വിളിച്ച് 1 മണിക്കൂർ ഇൻ്റർവ്യൂ കൊടുത്തു. 2022 ഏപ്രിൽ 30 ഈ ഫണ്ട് വെട്ടിപ്പിൻ്റെ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ വിശ്വാസവും ഉത്തരവാദിത്വമുള്ള ഒരാൾ, പാർട്ടിയാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം പാർട്ടിക്കുള്ളിൽ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി വിശകലനം ചെയ്ത് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിനുള്ള ചുമതലയുള്ള പാർട്ടി പ്രവർത്തകരുടെ പട്ടികയിലാണ് അയാൾ നിൽക്കുന്നത്. അയാൾ വെറുതെ പാർട്ടി മീറ്റിങ്ങിൽ വന്നിട്ട് പോകേണ്ട ഒരാളല്ല. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ട ഒരാളാണ്. ഞങ്ങളൊക്കെ എത്രയോ കാലം ഈ പാർട്ടിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്ക് വ്യക്തിക്കും ഹാനികരമല്ലാത്ത നിലയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഒരാളെ നശിപ്പിക്കണം, ഇല്ലാതാക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. കാരണങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിതുമായൊക്കെ ദ്രോഹം ചെയ്തിട്ടില്ല. പക്ഷേ അയാൾക്കും മറ്റു പല താല്പര്യങ്ങൾക്കും ഞങ്ങളൊന്നും കൂട്ടുനിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ പ്രചരണങ്ങൾ വ്യാപകമായിട്ട് സംഘടിപ്പിച്ചത്. അത് അതിന് മാധ്യമങ്ങൾ നന്നായിട്ട് സഹായിച്ചു. ഏറ്റവും അവസാനം ഏഷ്യാനെറ്റ് പവറിലാണ് അയാൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം വരുന്നതും മറ്റൊക്കെ കാര്യങ്ങൾ വലിയ ഇൻ്റർവ്യൂ ആയിട്ട് കൊടുത്തത്. ഞങ്ങൾ ഈ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം പാർട്ടിയാണ് ഞങ്ങളെല്ലാം നയിക്കുന്നത്. പാർട്ടി തന്നെയാണ് ആ കാര്യങ്ങൾ പറയേണ്ടത്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിശദീകരണം കൊടുക്കേണ്ട ഒരു കാര്യം അല്ല. ആ ധാരണയിൽ തന്നെയാണ് അന്ന് നിൽക്കുന്നത്, ഇന്ന് നിൽക്കുന്നത്. ഞങ്ങളൊന്നും ആരുടെയും ഏതെങ്കിലും നിലയിൽ 1 രൂപ അപഹരിച്ച ഒരാളാണ് എന്ന് പറയാൻ പറ്റില്ല. പറയാൻ ധൈര്യമുണ്ടെങ്കിൽ കുഞ്ഞകൃഷ്ണൻ പറയേണ്ട ഒരു കാര്യമാണ് TI മധുസൂദനൻ ഇന്ന രീതിയിൽ ഈ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. അതാണല്ലോ അദ്ദേഹം തെളിയിക്കേണ്ടത്. അദ്ദേഹം മധു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പാർട്ടി നേതൃത്വത്തിൽ ഞാൻ 2017 ചുമതല ഒഴിഞ്ഞതിന് ശേഷം KP മധു ആയിരുന്നു സെക്രട്ടറി. മധു എന്നാണ് പറയുക. ഇങ്ങനെ എന്തും പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തൽക്കാലത്തേക്ക് ജനങ്ങളത് കുറേയേറെ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ജനങ്ങളെയൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, സ്വാഭാവികമാണ്. രക്തസാക്ഷി ഫണ്ടെല്ലാം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞങ്ങൾ കാണുന്നത് ഇങ്ങനെ ഒരു അനുഭവം ഇനിയും ഒരാൾക്ക് ഉണ്ടാവരുത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ മേലെ ഇങ്ങനെ കയറി അവരെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിഹത്യാപരമായിട്ടുള്ള കാര്യം ഭാവിയിൽ ഉണ്ടാവരുത്. ഒരു തെരഞ്ഞെടുപ്പിലെ വിഷയം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് TI മധുസൂദനൻ ഫണ്ട് കട്ടുവോ കട്ടില്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പ്. കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കണം എന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചാരവേലയും
അതിന് മാധ്യമങ്ങൾ കൂട്ടുനിന്നു പല ആളുകളും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന പല ആളുകളും അതിനൊക്കെ വേണ്ടി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ്. ഏതായാലും സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. നാളെ ഒരു MLA ആവാനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ലക്ഷ്യം. സത്യം തെളിയണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേസാണ്. അതിന് നല്ല നിലക്ക് കേസിന് അടിസ്ഥാനമുണ്ട് എന്ന് നിയമവിദഗ്ധന്മാരൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ കേസിലേക്ക് പോയിട്ടുള്ളത്. കേസ് ഹൈക്കോടതി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളായിട്ടുണ്ട്. ഭാവിയിൽ കോടതി ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാവേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് ആ നിലക്ക് മുന്നോട്ടേക്ക് പോകും. നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും.